ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 045/2022 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? പഴശ്ശി വിപ്ലവം, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ കലാപം, കുറിച്യർ കലാപം. 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ആൻസർ ഏതാണ് പെടാത്തത്? നിവർത്തന പ്രക്ഷോഭമാണ് അല്ലേ. അപ്പോൾ അടുത്ത് നോക്കി രണ്ടാമത്തെ ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം നൽകിയവരെക്കുറിച്ചുമുള്ള പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം ഉചിതമായത് കണ്ടെത്തുക. അപ്പം ചേരുംപടി ചേർക്കാനുള്ളതാണ്. വൈക്കം സത്യാഗ്രഹം, മിശ്രഭോജനം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പന്മന ആശ്രമം. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, KP കേശവമേനോൻ, സഹോദരൻ അയ്യപ്പൻ. അപ്പം ഇത് നമ്മൾ മാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പം നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? മാച്ച് ചെയ്യുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം ആരാണ്? KP കേശവമേനോൻ. രണ്ടാമത്തത് മിശ്രഭോജനം, സഹോദരൻ അയ്യപ്പൻ. മൂന്നാമത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്മന ആശ്രമം, ചട്ടമ്പി സ്വാമികൾ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഏതാണ്? കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ്, അത് ശരിയാണ്. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു, അതും ശരിയാണ്. മൂന്നാമത്തത്, നായർ തറവാടുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, ഇതാണ് തെറ്റ് അല്ലേ. നമ്മുടെ ആൻസർ ഇതാണ്. ശരിയല്ലാത്ത പോയിന്റ് ഇതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത നാലാമത്തെ ചോദ്യം, മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പോൾ ഇവിടെ കൊടുത്ത ഓപ്ഷൻസ് ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നു, ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം, അതും ശരിയാണ് അല്ലേ. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. അഞ്ചാമത്തത് 1921-22 വർഷങ്ങളിൽ നടന്നു. അപ്പം ഇത് നമുക്ക് ചേരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന പ്രസ്താവന എന്താണ്? എല്ലാം ശരിയാണ് അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം നമുക്കറിയാം, 1885 അല്ലേ. AOHU നമുക്കറിയാം അല്ലേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു, ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ എന്ത് ചെയ്യണം? വർഷമാണ് എഴുതേണ്ടത്. വർഷം നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? 6ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 അല്ലേ. ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ വർഷം കിടക്കുന്നത് അല്ലേ. ജാലിയൻ വാലാബാഗ് 19 അല്ലേ. ആ രീതിയിൽ എന്താണ് ഈ ആൻസറും 1, 2, 3, 4 എന്ന രീതിയിൽ തന്നെയാണെന്ത് സംഭവത്തിൻ്റെ ഓർഡർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? ബാംഗ്ലൂർ ആണല്ലേ. ഓപ്ഷൻ ബി ബാംഗ്ലൂർ. അടുത്ത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അറിയാം, ഏതാണ്? അബ്ദുൽ കലാം ആണ്. അടുത്തത്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. അപ്പം വായിക്കുക. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി തടങ്ങളിൽ നിലനിന്നു, ശരിയാണ് അല്ലേ. BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു, തെറ്റാണ് അല്ലേ. പ്രധാന പട്ടണമാണ് ഊർ, ശരിയാണ്. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്, ശരിയാണ്. അപ്പോൾ ഏതാണ്? രണ്ടാമത്തെ പ്രസ്താവന തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുക. അടുത്ത് നോക്കി, മോഹൻജാദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണത്? പാകിസ്ഥാനാണ് അല്ലേ. അടുത്ത് 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആരാണ്? അതിൽ ഓപ്ഷൻ ഡി ആണ്. മരിയ റസയാണ് പെടാത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത 12ാമത്തെ ചോദ്യം, 2021 നവംബറിൽ നടന്ന നാഷണൽ
അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പം നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് നൽകിയ പരാമർശം ശരിയാണോ തെറ്റാണോ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഒന്നാമത്തേതാണ് ഇത് 3, 5, 8, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. അതേപോലെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ്? നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഏതാണ്? ഈ 5 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ് എന്നതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, 13ാമത്തെ ചോദ്യം, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപടത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ ശരിയായ പ്രസ്താവന എന്ത് ചെയ്യണം? കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. അതെന്താണ്? ശരിയാണല്ലേ. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതും ശരിയാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് തടയുന്നു. അതും ശരിയാണ്. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിക്കുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ ശരി ഏതാണ്? നമ്മുടെ ആൻസർ സി, ഓപ്ഷൻ എ ആണ്. ഏതാണ്? 1, 2, 3 ആണ് ശരി. അടുത്തത്, വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, രാഷ്ട്രമാണ്. അപ്പോൾ രാഷ്ട്രത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. 16ാമത്തെ നോക്കി, 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? അല്ലേ. അപ്പോൾ 16ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആദ്യം ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതെന്താണ്? ശരിയാണല്ലേ. ശരിയാണ്. അടുത്തത്, ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. അത് തെറ്റാണ്. ലോകസഭയാണ് പറയുന്നല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് തെറ്റ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ശരിയാണ്. 4ാമത്തത്, 5 വർഷമാണ് കാലാവധി. അത് തെറ്റാണ്. എത്ര വർഷമാണ് കാലാവധി? 6 വർഷമാണ് കാലാവധി അല്ലേ. അപ്പോൾ പെർമനൻറ്റ് സഭയാണ്, അതിൽ തിരഞ്ഞെടുക്കുന്ന മെമ്പർമാരുടെ കാലാവധി 6 വർഷമാണ് അല്ലേ. അപ്പം ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 2ഉം 4ഉം ആണ് തെറ്റ്. 2ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുക. അടുത്തത് 19ാമത്തെ ചോദ്യം, ചൊവ്വ പരിവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൻ്റെ നാസയുടെ പര്യവേഷണ പേടകത്തിൻ്റെ പേര് എന്താണ്? ഏതാണ് നാസയുടെ പേര്? അതിൻ്റെ പേരാണ് ഓപ്ഷൻ എ ആണ്, പെർസീവറൻസ് ആണ്. പെർസീവറൻസ്. 20ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൽ ഉച്ചത എത്ര ഡെസിബിലിൽ കൂടുതലാണ് എന്ന കാര്യമാണ് അടുത്ത ചോദ്യം. 20ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ് 120 ഡെസിബിലാണ് ആൻസർ. 21ാമത്തെ ചോദ്യം, സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഘർഷണബലം കുറയ്ക്കാനാണ് നമ്മൾ എണ്ണ ഇടുന്നത്. അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 22ാമത്തെ ചോദ്യമാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം. അതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? വേഗതയാണ് കൂട്ടത്തിൽപ്പെടാത്തത് അല്ലേ. അടുത്ത ചോദ്യം, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിന് പറയുന്ന പേരാണെന്ത്? അതിൻ്റെ പേരാണ് വശഗത എന്ന് പറയും. ഏതാണ്? വശഗത. ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ് നിറം? അതിൻ്റെ നിറം കറുപ്പാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. 25ാമത്തെ ചോദ്യം, ഒരു ദന്ത ഡോക്ടർ പല്ലു പരിശോധിക്കുന്നതിനായി 8 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു. എങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ
ആവർത്തനം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. 21ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? സി ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ആൻസർ ഇവിടെ ഏതാണ്? സി ആണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷോം ഫലം പ്രയോഗിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? 26ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. 27, കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ എ ആണ്. കായംകുളത്താണ് തെർമൽ പവർ സ്റ്റേഷൻ കേരളത്തിലുള്ളത്. അടുത്തത്, സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ367b ഭൂമിയിൽ നിന്നും എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 31 ആണ്. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് ശതമാനം എത്രയാണ്? 29ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 20. ഈ ചോദ്യവും ഇക്വേഷൻ വെച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം. ഇത് ചെയ്യുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: 30 അത് രണ്ടും കൂടി ചേർന്ന് അല്ലേ ലായനിയിൽ ലയിച്ചുണ്ടാകുന്ന ആ 150. അപ്പം ഈ 30ഉം ഈ 120ഉം അല്ലേ. അപ്പം 150 ഇൻറ്റു 100 ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക. അപ്പം ആ ലയിച്ച സംഭവം ആദ്യം എഴുതുക. 30 ഗ്രാമാണ്. അത് ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ലായനിയുടെ അളവാണ് താഴെ എഴുതേണ്ടത്, 150. അപ്പം 30 ഡിവൈഡ് 150 ഇൻറ്റു 100 ഇതാണ് ഇക്വേഷൻ എന്ന് പറയുക. ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എത്ര കിട്ടും? 20 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുവിധം ചോദിക്കുന്നൊരു ചോദ്യമാണ്, നോക്കി വെച്ചേക്കുക. 30ാമത്തെ ചോദ്യം, വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ആണ്, നേരനുപാതവുമാണ്. നേരനുപാതം. അടുത്ത ചോദ്യം, മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഏതിൻ്റെ മാലക്കൈറ്റ്? 31ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോപ്പറാണ്. മുഖ്യകാണ്ഡം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റുകളുടെ എണ്ണം എത്രയാണ്? കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഇക്വേഷൻ വെച്ച് ചെയ്യണം. 32ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? 34ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കാറ്റയോണിൻ്റെ വലിപ്പം കുറയുക. അടുത്ത 35ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? 35ാമത്തെ ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അമ്ലശക്തി ഏറ്റവും കുറവുള്ളത്. ആവർത്തന പട്ടികയുടെ 150ാം വാർഷികം ഏത് വർഷമായിരുന്നു? 36ാമത്തെ ചോദ്യമാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 2019. ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? 37ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആ സമയത്തെ ആൻസറാണ്, ഇതിന് ചോദിക്കത്തില്ലായിരിക്കും. അടുത്ത ചോദ്യം നോക്കിയേ, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു ചോദ്യം ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നുണ്ട്. അപ്പം 38ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. തെറ്റാണ്. അടുത്തത്, അന്നജം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലാണ് സഞ്ചരിച്ച് വിവിധ ഭാഗങ്ങളെത്തുന്നത്. അതും തെറ്റാണ് അല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നു. അത് ശരിയാണ് അല്ലേ. അടുത്തത്, ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലല്ലോ. ഹരിതകം എ അല്ലേ പങ്കെടുക്കുന്നത് നേരിട്ട്. അപ്പോൾ ഇതും തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ. 39ാമത്തെ ചോദ്യം, ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? 39ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് ജീവികളെ 5 കിങ്ഡങ്ങളായിട്ട് വർഗീകരിച്ചത്. 40ാമത്തെ ചോദ്യം, വൃക്കകളിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കകളിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഏതാണത്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ADH ആണ്. ADH.
അടുത്ത ചോദ്യം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു ഭാഗമാണ് മസ്തിഷ്കം എന്നത്. അപ്പോൾ 42ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? മെഡുല്ല ഒംബ്ലാങ്കേറ്റയാണ്. 43ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകത സസ്യകല ഏതാണ്? അപ്പം താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് ഉണ്ടായതാണെന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത പറയുന്നത്. മൂന്നാമത്തത്, സജീവ സസ്യകലയാണെന്ന് പറയുന്നു. അപ്പം ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 43ൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? കോളൻ കൈമേനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. കോളൻ കൈമേനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ 3 കാര്യവും. ഓക്കെ, അടുത്തത് സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? റേച്ചർ കാഴ്സണാണ്. റേച്ചർ കാഴ്സണാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത്. അടുത്തത്, അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് അടുത്ത മാത്സ് ആണ്. അപ്പം നിലവിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ 50 ചോദ്യം ഉൾക്കൊള്ളിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.